എല്ലാവർക്കും നമസ്കാരം. RCM അംബിയ ഗ്രൂപ്പ് ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സുരേഷ്, നോർത്ത് പറവൂർ കൈതാരം സ്വദേശി. RCMൽ പ്ലാറ്റിനം അച്ചീവർ. RCM സിൽവർ ജൂബിലി ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി RCMൻ്റെ ഒരു രഥം രാജസ്ഥാനിൽ നിന്നും തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്തിൽ എത്തിച്ചേർന്നു. എല്ലാ RCM അസോസിയേറ്റ് ബയേഴ്സും ചേർന്ന് ആ രഥത്തെ സ്വീകരിക്കുകയും ഗംഭീര ശോഭയാത്ര നടത്തുകയും ലീഡേഴ്സിന്റെ മികച്ച സന്ദേശങ്ങൾ എല്ലാവർക്കും പകർന്നു കൊടുക്കുകയും ചെയ്തു. ആ ശോഭയാത്രയും ലീഡേഴ്സിന്റെ സന്ദേശവും നമുക്ക് കാണാം. ഇപ്പോൾ എമറാൾഡ് അനിരുദ്ധൻ സാറാണ് നമ്മുടെ ഇവിടെ നിൽക്കുന്നത്. തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വലിയ ഒരു RCMൻ്റെ ഒരു ആൾക്കൂട്ടം തന്നെ നമുക്കിവിടെ കാണാം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. സാർ, എന്താണ് ഈ രൂപാന്തരണ യാത്രയെക്കുറിച്ച് സാറിന് പറയാനുള്ളത്? നമസ്കാരം. മൈക്ക് RCM സാർ എന്നെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് അനിരുദ്ധൻ, ചാലക്കുടിയിലാണ് വീട്. എന്താ പറയുക, ഞങ്ങളെല്ലാവരും വളരെ ത്രില്ലിലാണ്. കാരണം ഈ RCM എന്ന പ്രസ്ഥാനത്തിൽ വരാൻ സാധിച്ചത് തന്നെ ഒരു മഹാഭാഗ്യമായിട്ട് കരുതുന്നു. ഇപ്പോൾ നമ്മുടെ കമ്പനി 25 വർഷം പൂർത്തീകരിച്ചിരിക്കുന്ന ഈ ഒരു വേളയിൽ ശരിക്ക് ബാല്യം തൊട്ട് വളരെ കഷ്ടപ്പാടായിരുന്നു ഈ ഒരു സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്. പക്ഷേ ഇപ്പോൾ നമ്മുടെ കമ്പനി നമ്മളുടെ ആ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, ഇന്ത്യയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ശരിക്കും ഇറങ്ങി നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വേളയിൽ ഇപ്പോൾ ഇവിടെ തൃശ്ശൂർ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കമ്പനിയിൽ നിന്ന് 17,000 കിലോമീറ്റർ ദൂരം താണ്ടി നമ്മുടെ രഥയാത്ര സഞ്ചരിച്ച് തൃശ്ശൂർ എന്ന ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പൂരം നടക്കുന്ന പൂരനഗരിയിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് സഹോദരന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ RCM നെഞ്ചോട് ചേർത്ത് ഏറ്റെടുത്തിരിക്കുന്ന വ്യക്തിത്വങ്ങൾ. അപ്പോൾ ഈ ഒരു പ്രസ്ഥാനത്തിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആരോഗ്യമാണ്. ഫസ്റ്റ് ആരോഗ്യം കിട്ടും. ഞാൻ 9 വർഷമായിട്ട് ഈ ഒരു പ്രസ്ഥാനത്തിൽ അടിയുറച്ച് നിൽക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഉൽപ്പന്നങ്ങൾ എൻ്റെ വീട്ടിൽ ശീലമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പാരസിറ്റമോൾ പോലും എനിക്കോ എൻ്റെ കുടുംബത്തിനോ അത് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഒരുപാട് ജനങ്ങളിലേക്ക് ഞാനത് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ജനങ്ങൾ എത്തിച്ച് അവർക്കും ഈ ആരോഗ്യം നേടാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇന്നിവിടെ നിങ്ങൾക്ക് കാണാം, ഒരുപാട് വ്യക്തിത്വങ്ങളെ കാണാം. ഇവരെല്ലാവരും നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് അസുഖങ്ങൾ മാറ്റി ഒരുപാട് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു സുവർണ കാലഘട്ടത്തിലേക്കുള്ള ഒരു വരവാണ് ഇന്ന് ഈ ഒരു രൂപാന്തരൻ യാത്ര എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തികളിലും രൂപാന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തിത്വം ഉണ്ടെങ്കിലും ഈ RCM എന്ന പ്രസ്ഥാനത്തെ പറ്റി ഉള്ളറിഞ്ഞ് ഒന്ന് അറിയാൻ ശ്രമിച്ചാൽ അവരും രക്ഷപ്പെടും, ആ നാടും രക്ഷപ്പെടും, ആ രാജ്യവും രക്ഷപ്പെടും എന്നുള്ളതാണ്. ഓക്കെ, എല്ലാവർക്കും നന്മകൾ മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് RCM. ഓക്കെ, ജയ് RCM. ഇന്ന് ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എമറാൾഡ്, നമ്മുടെ എറണാകുളത്തിൻ്റെ ഒരേ ഒരു എമറാൾഡ് MK ബാബു സാറിൻ്റെ മകൾ, RCMൻ്റെ പേൾ അച്ചീവറാണ് രമ്യ രതീഷ് മാഡം. ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ്. ഇന്നിവിടെ RCMൻ്റെ ഒരു വലിയ രൂപാന്തരൻ യാത്ര നടക്കുകയാണ്. ആ യാത്രയെക്കുറിച്ച് നമുക്ക് ആ മാഡത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ അറിയാം. മാഡം, എന്താണ് ഇവിടെ നടക്കുന്നത്? മൈക്ക് ചേർത്ത് കുറിച്ച് പറഞ്ഞു. നമസ്കാരം. RCM സാറിനെ പരിചയപ്പെടുത്തിയ പേര് രമ്യ രതീഷ് എന്നാണ്. ഇവിടെ നടക്കുന്നത് ശരിക്കും പറഞ്ഞൊരു ഉത്സവമാണ്. കാരണം ഒരുപാട് നാളുകളായിട്ട് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി ഇങ്ങനെ എല്ലാവരും തഴഞ്ഞിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് RCM എന്ന് പറയുന്ന നമ്മളുടെ സ്വന്തം പ്രസ്ഥാനം, നമ്മുടെ സ്വന്തം എന്ന് പറയുമ്പോൾ സ്വന്തം ആയതുകൊണ്ട് തന്നെയാണ് അത്ര ധൈര്യത്തോടുകൂടി പറയുന്നത്. ഇത്രയും അധികം ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് കഴിഞ്ഞ സെപ്റ്റംബർ 16-ാം തീയതി മുതൽ രാജസ്ഥാൻ വിൽവാരയിൽ നിന്ന് 17,000 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ഒരു രഥവുമായിട്ട് ഇന്നലെ നമുക്ക് കണ്ണൂരെത്തി. ഇന്ന് തൃശ്ശൂർ ഞങ്ങളതിനെ വരവേറ്റിരിക്കുകയാണ്. ഇനി നാളെ എറണാകുളത്ത് നമ്മൾ അത്താണിയിൽ ഒത്തുകൂടും. എല്ലാവരും ഈ ഒരു സ്പിരിറ്റിൽ തന്നെ RCM കുടുംബങ്ങളെ എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു വലിയ എന്താ പറയുക, നമ്മളുടെ നേട്ടങ്ങളെ ഒന്ന് എല്ലാവരിലേക്കും കാണിച്ചു കൊടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. കാരണം ആരോഗ്യത്തിനും അതുപോലെ തന്നെ സെൽഫ് ഡിപ്പെൻഡൻസി നമുക്ക്
സ്വമേധയാ നമുക്കൊരു വരുമാനം സമ്പാദിക്കാനായിട്ടും അതുപോലെ തന്നെ ഒരു നവഭാരത നിർമ്മാണത്തിന് വേണ്ടിയിട്ടും സ്ത്രീകളെ കൂടി ചേർത്തുകൊണ്ട് ഒരു വലിയ കൺസെപ്റ്റുമായിട്ടാണ് ശരിക്കും RCM ഇന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ജനത്തിരക്കൊന്നും അല്ലെങ്കിൽ നാളെ കാണാൻ പോകുന്നത്. കാരണം RCMനെ ആളുകൾ നെഞ്ചിലേറ്റി കഴിഞ്ഞു. ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിക്കും ഇതുവരെ പറയാൻ പറ്റാത്ത തരത്തിലുള്ള അത്രയും നേട്ടങ്ങൾ കൈവരിച്ചു. നോക്കൂ, ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പോലും കമ്പനിയുടെ സ്വന്തം എന്ന് പറയുമ്പോൾ ഇതുപോലൊരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനീസിന് സ്വന്തമായിട്ടൊരു യൂണിഫോം അവർ തന്നെ നിർമ്മിച്ചു കൊടുക്കുന്നില്ല. ഇത് ഓൺ പ്രൊഡക്റ്റ് തന്നെ കൊടുത്തുകൊണ്ട് വലിയൊരു RCMന്റെ കൂട്ടായ്മ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ആളുകളുടെ മനസ്സിലുള്ളൊരു കൂട്ടായ്മയാണ്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ചരിത്ര മുഹൂർത്തത്തിൻ്റെ ഭാഗമാവാനായിട്ട് സാധിച്ചതിൽ. തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത്രയും അധികം ആളുകൾ സന്തോഷത്തോടു കൂടിയിട്ട് RCMലെ വരവേറ്റ് ഇന്ന് ആ രഥത്തിനെ ആയിട്ട് നമ്മളിവിടെ ഇങ്ങനെ കറങ്ങും, ചുറ്റും വലം വയ്ക്കും. അപ്പം എല്ലാവർക്കും നന്മകൾ നേരുകയാണ്. RCMനെ മനസ്സിലാക്കുക, നെഞ്ചോട് ചേർക്കുക, എന്ത് നമുക്ക് നേടാനായിട്ടുള്ള അവസരമുണ്ട്. താങ്ക് യു സോ മച്ച്. ജയ് RCM. കണ്ടോ, വളരെ നല്ല ഒരു കാര്യങ്ങളാണ് നമുക്ക് ലഭിച്ചത് മാഡത്തിൽ നിന്ന്. ഒരുപാട് ആളുകളാണ് ഇവിടുത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. നമുക്ക് പ്രോഗ്രാം തുടങ്ങുമ്പോൾ വീണ്ടും നമുക്ക് കാണാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പറവൂരിൻ്റെ ലീഡർ, നമ്മളെല്ലാം നയിച്ചുകൊണ്ടിരിക്കുന്ന ജനീഷ് സാറ് ആണ്. ഞങ്ങളിപ്പോൾ തൃശ്ശൂർ നമ്മുടെ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ മുമ്പിലെത്തിയിരിക്കുകയാണ്. ഇന്നിവിടെ രൂപാന്തരണ യാത്ര എത്തിയിരിക്കുകയാണ്. ജനീഷ് സാറിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. എന്താണ് സാറേ രൂപാന്തരണ യാത്രയെക്കുറിച്ച് സാറിന് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. മൈക്ക് ചേർത്ത് പിടിച്ചോ സാറ്. എല്ലാവർക്കും നമസ്കാരം. RCM. എൻ്റെ പേര് ജിനേഷ്, പറവൂരാണ് വീട്. ഞാൻ RCMലെ ഒരു ടെക്നിക്കൽ അച്ചീവറാണ്. ഇന്നിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ വടക്കുംനാഥൻ ക്ഷേത്രത്തിന് മുന്നിലായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് എല്ലാവരും. അപ്പോൾ നമുക്ക് 16-ാം തീയതി രാജസ്ഥാൻ ബിൽവാരയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത രൂപാന്തര യാത്ര ഇന്ന് ഇവിടെ എത്തിച്ചേരുകയാണ്. 1-ാം തീയതി ഇവിടെ എത്തിച്ചേരുന്നു. നമുക്ക് 2-ാം തീയതി നമ്മുടെ സിയാൽ കൺവെൻഷൻ സെൻറ്ററിലേക്കും രൂപാന്തര യാത്ര എത്തിച്ചേർന്നു. അപ്പോൾ RCM ഏറ്റവും മഹത്തായിട്ടുള്ള പ്രസ്ഥാനം എന്ന് ജനങ്ങളിലേക്ക് എത്തിയെന്നൊരു ലക്ഷ്യം തന്നെ, ആ ലക്ഷ്യം മുൻനിർത്തിയിട്ടാണ് ഇന്ന് നമ്മൾ മുന്നേറുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രസ്ഥാനം ഈ ഒരു രൂപാന്തരണ യാത്രയിലൂടെ തന്നെ രൂപാന്തരണം പ്രാപിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരുപാട് ആളുകൾ ഈ ഒരു അറിവ് തിരിച്ചറിവായിട്ട് മാറും. അപ്പോൾ എല്ലാവരും ഈ ഒരു എന്താ പറയുക RCMനെ മനസ്സിലാക്കിയിട്ട് RCM എന്നൊരു പ്രസ്ഥാനത്തിലേക്ക് മുന്നോട്ട് വരിക. മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ കുടുംബത്തിന് സമാധാനവും എന്താ പറയുക ആരോഗ്യവും സാമ്പത്തികവും നേട്ടവും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരം ഇന്ന് RCM. അതോടൊപ്പം തന്നെ നല്ലൊരു ജനതയെ വാർത്തെടുക്കാൻ, നല്ലൊരു ഇന്ത്യയെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾക്ക് RCMലൂടെ ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങളും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത എന്നൊരു ലക്ഷ്യത്തോടുകൂടി ഞങ്ങൾ മുന്നേറുന്നു. എല്ലാവർക്കും വലിയ നേട്ടങ്ങൾ RCMലൂടെ ലഭിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ജയ് ഹിന്ദ്, ജയ് RCM. ജയ് RCM. പ്ലാറ്റിനം അച്ചീവർ അശോകൻ സാറാണ് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിയുള്ള അദ്ദേഹം RCMനെ കുറിച്ച് 2 വാക്യങ്ങളോട് സംസാരിക്കും. നമസ്കാരം. ജയ് RCM. മൈക്ക് നേരെ പിടിച്ചോ. സ്റ്റീൽ ഭാഗം. ജയ് RCM. എൻ്റെ പേര് അശോകൻ. ഞാനൊരു പ്ലാറ്റിനം അച്ചീവറാണ്. ഒരു ഗവൺമെൻറ് സർവീസിലിരിക്കെ RCMൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് RCM എന്ന എല്ലാവർക്കും ആരോഗ്യം കൊടുക്കുന്നതിന് കാര്യങ്ങൾ ഉൽപ്പന്നങ്ങൾ എത്തിക്കുകയും ഉൽപ്പന്നം എത്തിക്കുന്നതനുസരിച്ച് അവർക്ക് ആരോഗ്യം ലഭിക്കുകയും തുടർന്ന് ഒരു നല്ല വരുമാനത്തിലേക്കും നല്ലൊരു ആരോഗ്യവും എല്ലാവർക്കും നല്ല ആരോഗ്യവും നല്ല വരുമാനം എത്തുന്ന ഒരു സ്ഥാനത്തിലേക്ക് ഞാൻ എത്തിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന രൂപാന്തര യാത്ര കഴിഞ്ഞ TCGയുടെ ജന്മദിനമായ ദിവസം സെപ്റ്റംബർ 16-ാം തീയതി ബിൽവാരയിൽ നിന്ന് ആരംഭിച്ചു. ഇന്ന് നമ്മുടെ ചരിത്രം ഉറങ്ങുന്ന സാംസ്കാരിക നിലയം എന്ന് പറയുന്ന തൃശ്ശൂരിലെ വടക്കുംനാഥ ക്ഷേത്രത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ഈ രൂപാന്തര യാത്ര കണ്ട് നാളെയും എല്ലാവരും ഇതിൻ്റെ തുടർന്നുള്ള പ്രവർത്തനം നാളെ സിയാൽ കൺവെൻഷൻ സെൻറ്ററിൽ നടക്കുന്ന പ്രോഗ്രാമിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജയ് RCM, ഗുഡ് RCM. മൈക്ക് പിടിച്ചോളൂ. ഇത് പറവൂര് നമ്മുടെ എവർഷൈൻ ഷോപ്പ് നടത്തുന്ന ഷായി സാറാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഷായി സാർ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ രൂപാന്തരണ യാത്രയിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് രൂപാന്തരണ യാത്രയുടെയും ഈ അനുഭവവും നമുക്കൊന്ന് മനസ്സിലാക്കാം. പറഞ്ഞോളൂ സാർ, മൈക്ക് ചേർത്ത് പിടിച്ചോളൂ. നമസ്കാരം. RCM. ഒരു ഷാജി നോർത്തോറോ സ്വദേശിയാണ്. RCMൽ സ്റ്റാർ ഗോൾഡ് അച്ചീവറാണ്.
ഇന്ന് വളരെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങളെല്ലാവരും. കാരണം വെച്ച് കഴിഞ്ഞാൽ RCM ആരംഭിച്ചിട്ട് ഇന്ന് 25 വർഷം തികയുന്നതിൻ്റെ സിൽവർ ജൂബിലി ആഘോഷത്തിലാണ് എല്ലാവരും. അപ്പോൾ ഇന്ന് തൃശ്ശൂർ സെക്കൻഡ് ഗ്രൗണ്ടിൽ നടത്തുന്ന വടക്കുന്നാഥൻ ക്ഷേത്രത്തിനോട് ചേർന്ന് ഉള്ള ഗ്രൗണ്ടിൽ നമ്മളുടെ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനോടനുബന്ധിച്ചിട്ട് ഇവിടെ ഈ റൗണ്ട് ചുറ്റും ഇതിൻ്റെ ഒരു പദയാത്ര ഉണ്ടാവും. അപ്പോൾ അതിലെല്ലാവരും ഞങ്ങളെല്ലാവരും വളരെ ആക്റ്റീവായിട്ട് സജീവമായിട്ട് പങ്കെടുക്കാനായിട്ട് വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ജയ് RCM ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് RCM. ഓക്കെ. അടുത്ത ഭാഗം അടുത്ത ദിവസം തന്നെ വീണ്ടും കാണിക്കുന്നതാണ്.